അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇത്തരം ഭീകരാവസ്ഥകൾ ഏറ്റുവാങ്ങിയ ഒരു അമ്മയും കൂടെയാണ് ഈ ഞവരക്കൽ. പക്ഷേ ഈ പുസ്തകത്തിൽ മറ്റു പലപ്പോഴും നമുക്ക് ഭയങ്കര തമാശ തോന്നുന്ന ഭയങ്കര ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് എടുത്തിരുന്ന ഒരാളാണ്. ഒരു കഥ, ഭയങ്കര രസമുള്ളൊരു കഥയുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഞവരയ്ക്ക് കൃഷ്ണപിള്ള മാമൻ, അതായത് അമ്മുമ്മയുടെ വല്യമ്മാവൻ, അമ്മുമ്മയുടെ അമ്മയുടെ അമ്മാവനാണ് അദ്ദേഹം. വെള്ളക്കുതിരയൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് പറയുന്നത്. ഈ കായംകുളം കൊച്ചുണ്ണിയുടെ കഥയിലൊക്കെ അദ്ദേഹം വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു അഭ്യാസിയായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരിക്കൽ ഒരു കടൽ യാത്ര പോയപ്പോൾ ഞവരയ്ക്ക് കൃഷ്ണപിള്ള മാമൻ പോയപ്പം കടലിൽ നിന്ന് ഒരാളെ കിട്ടി. കടൽ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, അങ്ങനെ ഉണ്ട് പറയുന്ന, അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ അത് വേറെ എന്തെങ്കിലും നീർനായ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലല്ല, ഇയാൾ സംസാരിക്കും, ഒറ്റ വാക്കേ പറയത്തുള്ളൂ. കടലിന് തീ പിടിച്ചേന്ന്. അപ്പോൾ മനുഷ്യനാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? അത് വല പിടിച്ചിങ്ങ് കൊണ്ടുവന്നു. പൂർണ്ണ നഗ്നനാണ്, ഒന്നുമില്ല അദ്ദേഹത്ത്. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഞവരൊക്കെ കുളത്തിൽ കൊണ്ടിട്ടു. എന്നിട്ട് എന്ത് പറ്റി? അത് ഈ വെള്ളം മാറിയോണ്ടായിരിക്കും പുള്ളിക്ക് പനി അടിച്ചു. കടൽ മനുഷ്യന് പെട്ടെന്ന് പനി വന്നു. പിന്നെ എന്തോ ചെയ്യാനാ? അപ്പോൾ തിരിച്ചതുപോലെ വള്ളത്തിൽ കയറ്റി കൊണ്ട് കടലിൽ വിട്ടു. അയാൾ നീന്തി അങ്ങ് പോയെന്ന്. ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര ഒരു മുഖഭാവം ഇല്ലാതെ, ഒന്നുമില്ലാതെ ഭയങ്കര ആ കഥയുടെ ഒരു ഇതിലങ്ങ് പറയുകയാണ്. ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അപ്പോൾ അച്ഛൻ ചിരിക്കുന്നൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ ചിലപ്പോൾ കാണുമായിരിക്കോടാ. അപ്പം ഈ കഥ പറച്ചിലിൻ്റെ ഒരു മാന്ത്രികതയാണ് അച്ഛൻ്റെ എഴുത്തിൽ പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് ഫാൻറ്റസി, ശവാനങ്ങളും തേടിയും കുഞ്ഞും പ്രതിമീ രാജകുമാരിയൊക്കെ എഴുതുമ്പോഴുള്ള അതിൻ്റെ ഒരു മാജിക് എലിമെൻ്റ് ഉണ്ട്. അത് ഇതിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ രാത്രി പുറത്തിറങ്ങാതിരിക്കാൻ പറയുന്നതായിരിക്കും. ഇവിടുന്ന് മറ്റേ ജീവത ഇങ്ങനെ പോകും, ഇതിന് മുകളിൽ കൂടെ എന്തോ പറയും, ഒരു ദേവീദേവന്മാർ വെട്ടിക്കുളങ്ങരയും പാണ്ഡുർകാവ് വരെ ഇങ്ങനെ പോകുന്ന രഥത്തിൽ പോകും. ഇതിന് പുറത്തിറങ്ങരുത്, ആ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ ദോഷമാണ്. എനിക്കൊന്ന് കുട്ടികൾ പുറത്തിറങ്ങാതിരിക്കാൻ പറയുന്നൊരു കഥയായിരിക്കാം. പക്ഷേ കുറേയൊക്കെ അമ്മൂമ്മ അത് വിശ്വസിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും അങ്ങനൊരു ലോകം അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു പാരാനോർമൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ സ്വപ്നം കണ്ട കഥയൊക്കെ പറയും, ചില ദേവിമാർ വന്ന് കഥ പറഞ്ഞ്. അപ്പം ഈ വളരെ ചെറുപ്പത്തിലെ ഈ സംസ്കൃതം മുഴുവൻ പഠിച്ചതാണ്. വിദുഷിയായിരുന്നു, നന്നായിട്ട് ഫിഡിൽ വായിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഒരു കൽപ്പനയുടെ ലോകം, ഇങ്ങനെ ഒരു ഫാൻറ്റസി ഒരു എയർ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതായിരിക്കാം ഈ നറേറ്റീവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ കഥ ഇങ്ങനെ പറയുന്ന കഥ പറച്ചിൽ എന്ന് പറയുന്ന അതിൻ്റെ ഒരു താളം ഇവർക്കെല്ലാം കിട്ടിയത് അമ്മൂമ്മയുടെ ആ ഒരു സ്റ്റൈലിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മകന് 20 വയസ്സ്, മകൻ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് 2 വയസ്സ് കൂടുതൽ, ആ കാലമാണെന്ന് 21.5 വയസ്സ് എന്തായാലും. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ശക്തമായിട്ട് ഇത് നടപടിയാവില്ല എന്നൊരു പെൺകുട്ടിയെ ഓൾമോസ്റ്റ് തടങ്കലി വെച്ചിരിക്കുമ്പോൾ ഈ ഞവരക്കൽ ദേവകി അമ്മ ഈ പ്രതാപികളായ മാമന്മാർക്ക് എഴുതിയൊരു കത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടും എത്ര ക്ലാരിറ്റിയോടെയാണ് എഴുതുന്നത്. ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും, എൻ്റെ മകൻ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് എത്ര സമചിത്തതയോടെയാണ് അമ്മൂമ്മ അതേ അമ്മൂമ്മ തന്നെ അമ്മയ്ക്ക് എഴുതുകയും ചെയ്തു. നീ പേടിക്കണ്ട, അവൻ വന്ന് കൊണ്ടുപോയിക്കോളൂ, കുറച്ച് നയതന്ത്രജ്ഞയായിരുന്നു. അതെ, അതായത് വീട്ടുതടങ്കലിലായിരുന്നു 4 വർഷം. നമ്മൾ പിടിച്ചു നിന്നു. അതൊക്കെയാണ് നമ്മൾ സമ്മതിച്ചു പോകുന്നത്. കാരണം നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. 4 വർഷമൊക്കെ വീട്ടിൽ ഇവിടെ പിടിച്ചിടുന്നു, മനസ്സ് മാറ്റാൻ വേണ്ടി കൽക്കട്ടയ്ക്ക് കൊണ്ടുപോകുന്നു, ജോലി കളയിച്ചിരിക്കുന്നു, ഇതിനിടയ്ക്ക് 2 ആത്മഹത്യാ ശ്രമങ്ങൾ, ഇതൊക്കെ നടക്കുന്നുണ്ട്. വലിയ കലാപരിപാടികളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മൂമ്മയുടെ കത്തുകളാണ് അമ്മയ്ക്ക് ആശ്വാസം. അത് നേരിട്ടല്ല, അമ്മയുടെ ഒരു കസിൻ ബ്രദർ, ഒരു അനിയനുണ്ട്, അദ്ദേഹം കൊണ്ട് കൊടുക്കും. ഈ മോഹൻ മേനോൻ, അദ്ദേഹത്തിന് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ, അദ്ദേഹം കൽക്കട്ടയിൽ പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം സേഫാണ്, അപ്പോൾ എന്ത് വേണേൽ എഴുതാം. അങ്ങനെ ആയിരുന്നു ഈ കത്തുകൾ ആദ്യം വന്നിരുന്നത്. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പം സ്വജാതിയും ഒക്കെ ആണെങ്കിലും പൊതുവെ തെക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ട് ഇപ്പോൾ പോലും പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. എറണാകുളം വിട്ടു കഴിഞ്ഞാൽ അതായിരുന്നു അതിൻ്റെ ഒരു മേജർ പ്രശ്നം. തിരുവിതാംകൂറുകാരനാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നുള്ള. പിന്നെ ഈ പ്രായത്തിൻ്റെ പ്രശ്നം, കൊച്ചുപയ്യനാണെന്നൊക്കെയുള്ള. വാസുദേവ അമ്മ പറയുന്നത് അന്നത് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലായിരുന്നു, ഇവർ ജോലി രാജിവെച്ചപ്പോൾ വാശിയായി, എന്നാൽ പിന്നെ പ്രേമിച്ചോളാം, നീ തീരുമാനിക്കാൻ. മറ്റേത് നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും എഴുതിയ പ്രണയകഥകളെക്കാളും സത്യത്തിൽ എഴുതേണ്ട ഒരു കഥ തന്നെയാണ്. കാരണം അന്ന്
അത് ചേച്ചി എഴുതിയൊരു ഓർമ്മക്കുറിപ്പിനകത്ത് പറയുന്നുണ്ട്, 1 വർഷത്തിൽ കൂടുതൽ ഒരു ഹെയർ സ്റ്റൈല് പത്മരാജൻ സ്വീകരിക്കില്ലായിരുന്നു, അപ്പോൾ അത് കളയും. പിന്നെ അങ്ങനെ എല്ലാം പുതുമയിലേക്ക് മാത്രം. ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളെയും പ്രതീക്ഷിച്ച് ഈ 4 വർഷം എങ്ങനെ ഇരുന്നെന്ന്. അപ്പോൾ എന്നെ തിരിച്ചൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥമാണ് സത്യം പറഞ്ഞാൽ പ്രണയത്തെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ല അല്ലേ എന്ന് എന്നോട് ചോദിക്കുന്ന പോലെ തോന്നി. അതൊരു വല്ലാത്ത അവസ്ഥയിലാണത്. നാട്ടുകാർ മുഴുവൻ അറിയുന്നു ഈ പെൺകുട്ടിയുടെ പണി കളഞ്ഞത് മുഴുവൻ ഇതുകൊണ്ടാണ്. ഇനി ഒരു വിവാഹം വരുമോ ഒന്നും അറിയില്ല. വിവാഹ ആലോചനകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ആലോചന. ഒരു ക്യാപ്റ്റന്റെ ആലോചന വന്നത് അത് അതുപോലെ അച്ഛൻ നക്ഷത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പം സിഗരറ്റ് വലിക്കോ? അല്ല, പത്മരാജൻ സിഗരറ്റ് വലിക്കും. ഇത് പൊളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരാ പത്മരാജൻ? എൻ്റെ ഫ്രണ്ടാണ്. അതെ, അങ്ങനെയൊക്കെയുള്ള പല കലാപരിപാടികൾ ഹ്യൂമർ സെൻസ് ആവശ്യം വരുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് ജീവിതത്തിൽ? അന്ന് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അന്നത്തെ ഈ വലിയ പിന്നെ യാഥാസ്ഥിക തറവാടിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ആ തറവാട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ലേഡി അമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മറ്റ് ശാഖകളിൽ നിന്ന് പോയിട്ടുണ്ട്, പക്ഷേ ഈ ശാഖയിൽ നിന്ന് ആദ്യം പോകുന്ന വർക്കിംഗ് ലേഡി അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യമില്ലായിരുന്നു അയക്കാൻ. നീ അധ്വാനിച്ചിട്ട് ഇവിടെ പൈസ കൊണ്ടുവരണ്ട എന്നുള്ള രീതിയായിരുന്നു അവർ. അല്ല, അച്ഛൻ മകനോട് സിനിമയിലേക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് ക്ലബ്ബ് എങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, ഞാൻ പിന്നീട് അത് സിനിമ സംവിധാനം എന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജഗതി അത്രയേറെ ഓഫർ തന്നിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ വന്ന് ചോദിച്ചു, ഞാൻ എല്ലാം ചെയ്തോളാം, ഒരു സിനിമ സംവിധാനം ചെയ്യുക. അപ്പൊ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച നല്ലല്ല, പത്മരാജൻ ചേട്ടനെ പറയുള്ളൂ, പപ്പേട്ടെന്ന് പറയും. പത്മരാജൻ ചേട്ടൻ്റെ മകൻ സംവിധാനമാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് എഴുതാൻ കാരണം മറ്റൊന്നുമല്ല, അത് എൻ്റെ ഒരു സുഹൃത്ത് ആ കഥ വായിച്ചിട്ട് അത് മനോരമ വാർഷിക പതിപ്പിൽ 2000 വന്നൊരു കഥയാണ്. അതിന് ഷോർട്ട് ഫിലിം ആക്കണമെന്ന് പറഞ്ഞു KB വേണു. അപ്പം ഷോർട്ട് ഫിലിമിന് വേണ്ടി എഴുതി കൊടുത്തൊരു ഇതാണ്. പിന്നീട് അദ്ദേഹം അത് പിടിച്ച് അതൊരു സിനിമയാക്കി. ജയറാം ഒരു കാലത്ത് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അത് അപരൻ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസമാണ്. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, പപ്പന് ഇഷ്ടമുള്ളൊരു കഥ നമുക്ക് ഏറ്റവും നല്ല ഡയറക്ടേഴ്സിനെ കൊണ്ട് ചെയ്യുക, ഒരു തിരക്കഥ എഴുതി തരുന്നത്. ഇങ്ങനെ ഒരു 3-4 വർഷം പുള്ളി ചോദിച്ചു. അപ്പോൾ ആ ഡേറ്റിന് പുള്ളി ഒരു ഗുരു പൂജ പോലെ പറയുന്നതാണ്. ഞാൻ ഒരിക്കലും കുറേയൊക്കെ എൻ്റെ ഭാഗത്തുള്ള തെറ്റുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അദ്ദേഹം അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. ഈ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തൊക്കെ നിൽക്കുന്ന പറയുന്നത്, നമുക്ക് കമൽ അല്ലെങ്കിൽ ഇതുപോലെ ഏറ്റവും നല്ല സംവിധായകരുണ്ട്. പുള്ളിയുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രൊജക്റ്റ് നടക്കും. ഞാനതൊന്നും യൂട്ടിലൈസ് ചെയ്തില്ല. അതാണ് അല്ല, അത് ഞാനതിന് പ്രിപ്പയർഡാണോ, എനിക്ക് അത്രയ്ക്കൊക്കെ കഴിവുള്ള ഒരാളായിട്ട് ഞാൻ തന്നെ കാണുന്നില്ല. ഈ 25 വർഷമാണ് അച്ഛൻ്റെ ആകെയുള്ള സർഗ്ഗജീവിതം എന്ന് പറയുന്നത്. 65 ആദ്യത്തെ കഥ വരുന്നു. 91 ജനുവരിയിൽ അച്ഛൻ മരിച്ചു. 90 വരെയാണ്. 90 ഫസ്റ്റ് പിന്നെ എന്താണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻ്റായി ഗന്ധർവൻ്റെ. അതാണ് ലാസ്റ്റ് 90 ഡിസംബറിൽ. ശരിക്കും 25 വർഷത്തിനിടയ്ക്ക് 140 കഥകൾ, 36 സിനിമകൾ, 10-12 നോവലുകൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വോളിമിനസ് ആണ്. അത് വെച്ച് എൻ്റെ 17 കഥകൾ ഇതിനിടയിൽ അത്രേ ഉള്ളൂ. അതൊരു ഭയങ്കര ക്രിയേറ്റീവ് ഫൗണ്ടനായിരുന്നു. അത് ഒരാൾക്കും അങ്ങനെ കമ്പീറ്റ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു സർഗ്ഗസിദ്ധിയായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, 90-നും 89-നും 90-നും ഇടയിൽ 2 സിനിമകളുടെ ഗ്യാപ്പിൽ, ഇന്നലെ എന്ന് പറയുന്ന സിനിമ, ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്നത്, ഈ 2 സിനിമകളുടെ ഗ്യാപ്പിൽ അച്ഛൻ 2 നോവലാണ്. അതും എണ്ണം പറഞ്ഞ 2 നോവലുകൾ, പ്രതിമയും രാജകുമാരി, മഞ്ഞുകാലം എന്നൊറ്റ. അത് ചില്ലറ നോവലുകളും അല്ല. അത് ഇപ്പോഴും ആളുകൾ ഡിസ്കസ് ചെയ്യുക, ഇപ്പോഴും നല്ലപോലെ സെയിൽസ് നടക്കുന്ന 2 നോവലുകൾ. അപ്പോൾ അതൊരു അത്ര സിദ്ധിയുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും അതിനെ ഒന്നും അനുകരിക്കാനോ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ നോക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ കഥ പറഞ്ഞാൽ മതി എന്ന് ഉള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ മതി. ആ കാര്യത്തിൽ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് ശ്രീനിവാസൻ തന്നെയാണ്. ശ്രീനിവാസൻ ഞാൻ ചെയ്യാത്ത സിനിമകളാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ഇത്ര വേണേലും ചെയ്തുകൂടെ? അദ്ദേഹത്തിന് ഈ ബാക്കിയുള്ളവർക്ക് എഴുതി കൊടുത്ത സിനിമകൾ അദ്ദേഹത്തിന് തന്നെ സംവിധാനം ചെയ്തു. നല്ല ഒന്നാന്തരം സബ്ജക്റ്റുകളില്ലേ, സന്ദേശം പോലെ, വരവേൽപ്പ് പോലുള്ള സിനിമകൾ അദ്ദേഹത്തിന് തന്നെ വേണേൽ ചെയ്യാം. എന്തുകൊണ്ട് ചെയ്തില്ല? അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ടാണ്.